ആരോഗ്യം അമൂല്യം. മുട്ടുവേദന, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വടകര തിരുവള്ളൂർ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യമിത്ര ആർ.വി. കാൽമുട്ടിലെ തകരാറുകൾ കാരണം പ്രയാസം അനുഭവിക്കുന്ന ധാരാളം പേർ നമുക്ക് ചുറ്റുമുണ്ട്. മുമ്പെല്ലാം വാർദ്ധക്യമാകുമ്പോൾ കണ്ടുവന്നിരുന്ന മുട്ടുവേദന ഇപ്പോൾ ചെറുപ്രായക്കാരിൽ പോലും കാണപ്പെടുന്നുണ്ട്. പൊതുവെ അമിതവണ്ണമുള്ളവരിലും വ്യായാമക്കുറവുള്ളവരിലുമാണ് മുട്ടുവേദന അധികവും കാണപ്പെടാറ്. എങ്കിലും തരുണാസ്ഥികളിലെ തേയ്മാനം, ആർത്തവ വിരാമം, പേശി, ലിഗമെന്റ് എന്നിവയിലെ തകരാറുകൾ, ചലനക്കുറവ്, പോഷകങ്ങൾ കുറഞ്ഞ ഭക്ഷണരീതി എന്നിവയും മുട്ടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. മുട്ടുവേദന കാരണം ചലനം സാധ്യമാകാതെ വരുമ്പോൾ ജീവിതശൈലീ രോഗങ്ങളുടെ സാധ്യതയും ഏറെ കൂടുതലാണ്. മുട്ടിലെ അസ്ഥികളുടെ ചലനം സുഗമമാക്കാൻ അതിനുള്ളിലെ ദ്രാവകമായ സൈനോവിയൽ ഫ്ലൂയിഡ് സഹായിക്കുന്നു. ഇതാണ് എല്ലുകൾക്കിടയിലെ ഘർഷണം കുറയ്ക്കുന്നത്. അതോടൊപ്പം തരുണാസ്ഥിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നത് സൈനോവിയൽ ഫ്ലൂയിഡാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഫ്ലൂയിഡിന്റെ അളവിൽ കുറവ് വരികയും അതുവഴി മുട്ടുവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. കാൽമുട്ടിലെ അസ്ഥിയെ ആവരണം ചെയ്ത് അകത്തായി കാണുന്ന മിനുസമായ ഭാഗമാണ് കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി. വേദനയില്ലാതെ ചലനത്തിന് സഹായിക്കുന്നത് ഇവയാണ്. മുട്ടിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ആ ഭാഗം പരുക്കനായി മാറുമ്പോൾ തേയ്മാനം ഉണ്ടാകുന്നു. മുട്ടിലെ പരിക്കുകൾ, സന്ധിവാതം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തുടങ്ങിയവയും തേയ്മാനത്തിന് കാരണമാകാറുണ്ട്. എല്ലുകളെയും സന്ധികളെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുകയാണ് ലിഗമെന്റുകളുടെ ജോലി. വീഴ്ച, ശക്തമായ ഇടി, സ്ഥാനചലനം എന്നിവ കൊണ്ടൊക്കെ ലിഗമെന്റുകൾക്ക് പൊട്ടൽ വരാം. ക്രമേണ ബുദ്ധിമുട്ട് കൂടി വരികയും കാൽമുട്ട് അനക്കാൻ പോലും സാധ്യമാകാത്ത അവസ്ഥയിലേക്ക് നയിക്കാനും ഇത് കാരണമാകാറുണ്ട്. വ്യക്തിയുടെ പ്രായവും രോഗാവസ്ഥയുടെ തീവ്രതയും അനുസരിച്ചുള്ള ചികിത്സകളാണ് ആയുർവേദം മുട്ടുവേദനയിൽ അനുശാസിക്കുന്നത്. നേരിയ വേദന അനുഭവപ്പെടുമ്പോൾ തന്നെ ചികിത്സ തുടങ്ങുന്നത് പെട്ടെന്നുള്ള ആശ്വാസം നൽകാറുണ്ട്. ജാനുസന്ധി എന്നാണ് ആയുർവേദം കാൽമുട്ടുകളെ പറയുന്നത്. ലേപനങ്ങൾ, തൈലഭ്യംഗം, ധാര, പിഴിച്ചിൽ, പൊടിക്കിഴി, നവരക്കിഴി തുടങ്ങി കാൽമുട്ടുകളിൽ തടം കെട്ടി ഔഷധ എണ്ണ നിറച്ചുവെക്കുന്ന ജാനുവസ്തി മുതലായ നിരവധി ചികിത്സാവിധികൾ ഓരോ ഘട്ടത്തിനനുസരിച്ച് നൽകി വരുന്നു. മുട്ടുവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ശരീരഭാരം പൊക്കത്തിനനുസരിച്ച് ക്രമപ്പെടുത്തുക. അധികനേരം ഇരുന്നു ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇടയിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രദ്ധിക്കുക. തുടർച്ചയായി നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ 1 മണിക്കൂറിൽ 5 മിനിറ്റെങ്കിലും കാൽ നീട്ടിവെച്ച് ഇരിക്കുക. നിൽക്കുമ്പോൾ ശരീരഭാരം 2 കാലുകളിലും ഒരുപോലെ ക്രമീകരിച്ച് നിൽക്കുക. ശരിയായ വ്യായാമം ശീലിക്കുക. അതോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പാലിക്കുക. പഴങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, ചെറുമത്സ്യങ്ങൾ, നവര, എള്ള്, പാടമാറ്റിയ പാൽ, മുട്ട എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യാറുണ്ട്. നിരന്തരം കാൽ തൂക്കിയിട്ട് യാത്ര ചെയ്യുക, പടികൾ കയറേണ്ടി വരിക തുടങ്ങിയ അവസരങ്ങളിൽ നീ ക്യാപ്പുകൾ സപ്പോർട്ടിനായി ഉപയോഗിക്കാവുന്നതാണ്. മുട്ടുവേദന, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആര്യമിത്ര ആർ.വി.